Hi, welcome to Red Hawk News. I'm Amritha. നമസ്കാരം. ഇന്നത്തെ നവംബർ 22, 2025 ശനിയാഴ്ച പ്രധാന വാർത്തകൾ. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിൽ 3 ഡോക്ടർമാർ ഉൾപ്പെടെ 4 പേരെ കൂടി ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റ് വിംഗ് കമാൻഡർ നമാൻഷ് സിയാൽ അപകടത്തിൽ മരിച്ചു. രാജസ്ഥാനിൽ ഭരണ പുനഃസംഘടന. രാജസ്ഥാൻ ഭരണകൂടത്തിൽ വലിയ പുനഃസംഘടന നടന്നു. 48 IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ഡൽഹിയിൽ അന്താരാഷ്ട്ര ആയുധ റാക്കറ്റ് പിടിയിലായി. ഹിന്ദുക്കളില്ലാതെ ലോകം നിലനിൽക്കില്ലെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു. G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കായിക വാർത്തകൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2ാം ടെസ്റ്റ് മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ ആരംഭിച്ചു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തിരഞ്ഞെടുത്തു. മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈയെ ഷാർദുൾ താക്കൂർ നയിക്കും. അണ്ടർ 23 ഏകദിന ടൂർണമെന്റിൽ രാജസ്ഥാനെതിരെ കേരളത്തിന് 7 റൺസ് തോൽവി. U19 ഏഷ്യാ കപ്പ് ഡിസംബർ 12 മുതൽ UAEയിൽ നടക്കും. മറ്റു പ്രധാന വാർത്തകൾ. ധർമ്മസ്ഥല കേസിൽ പരാതിക്കാരനടക്കം 6 പ്രതികൾ. SIT 3900 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. യുവമോർച്ച നേതാവ് അറസ്റ്റിൽ. വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ യുവതിയുടെ പരാതിയെ തുടർന്ന് യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവൻ അറസ്റ്റിലായി. ഇദ്ദേഹത്തെ DGP പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ദേവസ്വം മന്ത്രി വിളിച്ച ശബരിമല അവലോകന യോഗം ഇന്ന് നടക്കും. ബംഗ്ലാദേശിൽ ഭൂചലനം. ബംഗ്ലാദേശിൽ ശക്തമായ ഭൂചലനത്തിൽ 6 പേർ മരിക്കുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. Thanks for watching Red Hawk News. See you tomorrow.